ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുജാത കനിയിൽ. കുറേ കുട്ടികളുടെ ആഗ്രഹവും ആവശ്യവുമാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. ഈ ചാനലിൽ കൂടി IT ആക്ടിവിറ്റീസ് വളരെ സിമ്പിളായി ഞാൻ സോൾവ് ചെയ്തു തരാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ക്ലാസ് തുടങ്ങട്ടെ. SSLC ICT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 3 അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ചാപ്റ്ററാണിതല്ലേ. ഇതിലെ അവസാന ഭാഗം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ്. ഈ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാനിന്ന് സോൾവ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം SSLC മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. A web page index.html related to Career Fest is given in the folder career_fest in exam_documents in home. Open this web page in a text editor. Add external styles to it to make the web page look attractive as shown in the model. Begin the activity by including the file career.css given in the folder career_fest in exam_documents to the web page. Copy the file career.css to exam 10 before beginning the activity. Save the modified file index.html using the save as method in exam 10 folder in home with your register number underscore question number as the file name. Open and display this file in a web browser. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ ഹോം ഫോൾഡറിൽ exam_documents എന്ന സബ് ഫോൾഡർ ഉണ്ട്. ഈ exam_documents എന്ന സബ് ഫോൾഡറിൽ career_fest എന്ന വേറൊരു സബ് ഫോൾഡർ ഉണ്ട്. ഈ career_fest എന്ന സബ് ഫോൾഡറിൽ 2 ഫയലുണ്ട്. ഒന്ന് ഒരു വെബ് പ്രോഗ്രാം, അതാണ് index.html. അടുത്തത് ഒരു സ്റ്റൈൽ ഷീറ്റ്, അതാണ് career.css. ഇവിടെ career.css ആണ് തന്നിരിക്കുന്ന എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഈ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ തന്നിരിക്കുന്ന വെബ് പേജ് index.html ലിങ്ക് ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇത് വളരെ ഈസിയായി 5 സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇത് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ 5 സ്റ്റെപ്പ്
ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കോപ്പി career.css to exam10 folder. ഓക്കെ, നമുക്ക് career.css exam10 ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണം. ആദ്യമായിട്ട് ഹോം ഫോൾഡർ, സ്ക്രീനിൻ്റെ ടോപ്പിൽ ഹോം ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യണം. ഹോം ഫോൾഡറിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് സബ് ഫോൾഡർ കാണാൻ കഴിയും, അത് സെലക്ട് ചെയ്തു. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് ഫോൾഡർ സെലക്ട് ചെയ്തത്. ഡബിൾ ക്ലിക്ക് ചെയ്തു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണാണ് ഡബിൾ ക്ലിക്ക് ചെയ്തത്. എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇവിടെ career_fest എന്ന സബ് ഫോൾഡർ ഉണ്ട്, ഇത് സെലക്ട് ചെയ്തു. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വീണ്ടും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ അണ്ടറിൽ 2 ഫയൽ കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ വെബ് പ്രോഗ്രാം index.html, അടുത്തത് നമ്മുടെ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് career.css. ഈ ഫയലാണ് നമുക്ക് exam10 എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യേണ്ടത്. ആ ഫയൽ സെലക്ട് ചെയ്തു, റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു. വീണ്ടും ഹോം ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ exam10 കാണാൻ കഴിയും, അത് സെലക്ട് ചെയ്തു. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ exam10 ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഫോൾഡറിൽ നിന്ന് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തു. നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 2. ഓപ്പൺ ദി ഫയൽ index.html in the text editor. ഓക്കെ, വീണ്ടും ഹോം ഫോൾഡർ സെലക്ട് ചെയ്തു. ഇവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്തു. എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ആയി. ഇവിടെ career_fest ഉണ്ട്. വീണ്ടും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്തു. career_fest ഓപ്പൺ ആയി. ഇനി ഈ ഫയൽ index.html ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല, അതുകൊണ്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇതിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ ടെക്സ്റ്റ് എഡിറ്റർ എന്ന ഓപ്ഷൻ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, എൻ്റെ സ്ക്രീനിൽ ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ ഉണ്ട് ടോപ്പിൽ. ഫസ്റ്റ് ഓപ്ഷൻ ടെക്സ്റ്റ് എഡിറ്റർ ആണ്, അത് സെലക്ട് ചെയ്തു. ഞാൻ സെലക്ട് എന്നുള്ള ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇതാണ് തന്നിരിക്കുന്ന വെബ് പ്രോഗ്രാം. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്തു കഴിഞ്ഞു. സ്റ്റെപ്പ് 3. ഇൻക്ലൂഡ് ദ ഫോളോയിങ് കമാൻഡ് ഇൻ index.html in between opening head tag and closing head tag. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ടാഗ്. ലിങ്ക് ടാഗ് ലെസ് ദാൻ ലിങ്ക് സ്പേസ് rel equal to double quotes style sheet closing quotes space type equal to opening quotes text slash css closing quotes space href equal to
ഓപ്പണിംഗ് കോഡ്സ് career dot css ക്ലോസിംഗ് കോഡ്സ് ഗ്രേറ്റർ ദാൻ. ഇതാണ് ലിങ്ക് ടാഗിൻ്റെ കംപ്ലീറ്റ് ഫോം. ഈ ടാഗ് എല്ലാവരും എഴുതി പഠിക്കണം. ഈ ടാഗാണ് നമ്മൾ നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതവിടെ ഇൻഡെക്സ് ഡോട്ട് HTML നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫയൽ ഇൻഡെക്സ് ഡോട്ട് HTML. ഇവിടെ ഓപ്പണിംഗ് ഹെഡ്, ക്ലോസിംഗ് ഹെഡ് ടാഗ് കാണാൻ കഴിയും. ഇവിടെ ടൈറ്റിൽ ടാഗിൻ്റെ താഴെ ഞാൻ ലിങ്ക് ടാഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലിങ്ക് സ്പേസ് REL ഈക്വൽ ടു ഡബിൾ കോഡ്സ് സ്റ്റൈൽ ഷീറ്റ് ക്ലോസിംഗ് കോഡ്സ് സ്പേസ് type equal to double quotes text slash css closing quotes space href equal to opening quotes career dot css closing quotes greater than. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് 3 ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് 4 സേവ് ദ ഫയൽ യൂസിങ് ഫയൽ സേവ് ആസ് ഓപ്ഷൻ അണ്ടർ ദ example ഫോൾഡർ. ഓക്കെ, ഈ ഫയൽ സേവ് ആസ് ഓപ്ഷൻ വെച്ച് സേവ് ചെയ്യണം. ഇവിടെ സേവ് ഓപ്ഷനാണുള്ളത്. നിങ്ങൾ സ്ക്രീനിൽ സേവ് ആസ് കാണിക്കുന്നുണ്ടെങ്കിൽ സേവ് ആസ് ഓപ്ഷൻ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സേവ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് ആസ് ഓപ്ഷൻ എല്ലാവർക്കും കാണാൻ കഴിയും. ഈ സേവ് ആസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും ഫോൾഡർ സെലക്ട് ചെയ്യാം. ഹോം ഫോൾഡർ. ഇവിടെ exam10 ഉണ്ട്. ഇവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ഇൻഡെക്സ് ഡോട്ട് HTML എന്നുള്ള പേര് മാറ്റി നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ 10A41 എന്നാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ സ്കൂളിൽ സാധാരണ ക്ലാസ്സിൽ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പറാണ്. പബ്ലിക് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കറക്റ്റായ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. ഓക്കെ, രജിസ്റ്റർ നമ്പർ ആദ്യം കൊടുക്കുക. എന്നിട്ട് _1 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെന്ന് വിചാരിച്ചാണ് ഞാൻ 1 എന്ന് കൊടുക്കുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് 5 ഓപ്പൺ ദ ഫയൽ ഇൻ വെബ് ബ്രൗസർ ആൻഡ് ഡിസ്പ്ലേ ദി റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മൾ exam10 ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ സേവ് ചെയ്ത ഫയൽ. ഇത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഫയൽ നെയിം സെലക്ട് ചെയ്യുക. ഇതേപോലെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം. ഇവിടെ ബ്രൗസർ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ്. ഫോമാറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്റ്റൈൽ ഷീറ്റിൽ പറഞ്ഞ കളറ്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട്
പുതിയ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്തു നോക്കാം. ഇതാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മോഡലിൽ. ഈ മോഡലിലുള്ള പോലെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ കമ്പയർ ചെയ്യാം. അതേ പേജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ആ സ്റ്റെപ്സ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് 5 സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി എഴുതി വെക്കാം. ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. എന്നിട്ട് ലാബിൽ ചെയ്താൽ വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും. ഈ ആക്ടിവിറ്റി നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു ആക്ടിവിറ്റി സോൾവ് ചെയ്തു തരാം. Thank you for attending my class. Bye.